ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് ഒരു കോഴിമുട്ട കൊണ്ട് നല്ല അടിപൊളി സ്നാക്ക് റെഡിയാക്കാൻ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്താൽ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലുള്ള 2-3 സാധനങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എന്താണെന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നാൽ ശരി, നമുക്ക് വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രം എടുക്കുക. ഇതിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട എടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് നമുക്ക് ആദ്യം മുട്ട എല്ലാം മിക്സാക്കി എടുക്കണം. മഞ്ഞൾക്കുരും വെള്ളക്കുരുമൊക്കെ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം. മിക്സിയിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇങ്ങനത്തെ ഒരു ടൂൾ വെച്ചിട്ടോ അല്ല വിസ്ക് വെച്ചിട്ടോ കലക്കിയെടുത്താൽ മതി. മുട്ട നല്ലോണം മിക്സായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് അധികം ചേരുവകളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിക്കാൻ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ്. ഹെൽത്തി എന്ന് പറഞ്ഞാൽ മുട്ടയെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുക. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്താലും മതി കേട്ടോ. എന്നിട്ട് മുട്ടയും ഈ പഞ്ചസാരയും നല്ലോണം അലിഞ്ഞ് ചേരണം. അതുവരെ നമുക്കിങ്ങനെ മിക്സാക്കിക്കൊണ്ടേ ഇരിക്കുക. പെട്ടെന്ന് തന്നെ പഞ്ചസാര അലിഞ്ഞ് ചേരും. നിങ്ങൾ കല്ല് പോലത്തെ പഞ്ചസാരയാണെങ്കിൽ പൊടിച്ചിട്ട് ചേർത്തെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് പണിയും ലാഭിക്കാം. പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിലോട്ട് ഇഷ്ടമുണ്ടെങ്കിൽ, നിർബന്ധമൊന്നുമില്ല, 1 ടീസ്പൂൺ നെയ്യ് ചേർത്താലായിരിക്കും കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടുക. വരാത്തത് നമുക്ക് കുട്ടികൾക്കല്ലേ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് ചേർത്താലൊന്നും കുഴപ്പമില്ല, നല്ലതാണ് നെയ്യ് കുട്ടികളുടെ ബുദ്ധിശക്തിക്ക്. അപ്പോൾ നെയ്യും കൂടി ഇങ്ങനെ ചേർത്തിട്ട് ഒന്നും കൂടി എല്ലായിടത്തും ഒന്നാകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കുക. ഇപ്പോൾ കണ്ടല്ലോ, മുട്ടയുടെ കളർ തന്നെ മാറി വന്നിട്ടുണ്ട്. നല്ലൊരു നെയ്യ് പോലെ തന്നെ ആയിട്ടുണ്ട് മുട്ടയും. ഇനി നമുക്ക് ഇതിലോട്ട് കയ്യിലുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂണ് പാൽപ്പൊടി, ഇത്രയും മതി കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് പാലും എടുക്കാം. ഇപ്പം പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി പാൽപ്പൊടി ആയിരിക്കും നല്ലത്. അതില്ലെങ്കിൽ 2 ടീസ്പൂണ് പാൽ ഒഴിച്ച് കൊടുത്താലും മതി. വീണ്ടും ഇതേപോലെ മിക്സാക്കി എടുക്കാം. അപ്പോൾ എല്ലാം മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത്, ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയിൽ ഉണ്ടാക്കാം. പൊടിയുടെ അളവ് ഞാൻ പറയുന്നില്ല. ഇത് നമുക്ക് നല്ലൊരു കട്ടിയുള്ള ഒരു ബാറ്റർ ആക്കിയിട്ട് കിട്ടണം. നമുക്ക് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. അത്രയും ഹാർഡാണ്ട, കുറച്ച് സോഫ്റ്റായിട്ട് എടുത്താൽ മതി. അങ്ങനെ പൊടി എത്രത്തോളം വേണമെന്ന് നിങ്ങളുടെ മുട്ടയ്ക്കും അനുസരിച്ചിട്ട് ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ പൊടിയുടെ അളവ് പറയാത്തത്. ഇനി നമുക്ക് ഇതിനെ കൈ വെച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാനങ്ങനെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. സോഫ്റ്റായിട്ടാണ് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇത് ഇത്ര പോലെ നെല്ലിക്ക വലിപ്പത്തിൽ ഒരെണ്ണം എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നീട്ടി ആക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത്രത്തോളം ഈ ഡിസൈനൊന്നും ആക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. എന്നാൽ കാണാൻ നല്ല ഭംഗിയല്ലേ, കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ലെവലാക്കി കൊടുക്കുക. ഇതേപോലെ ആക്കിയിട്ട് നമുക്കൊരു കത്തി വെച്ചിട്ട് ഒരു ഡിസൈൻ കൊടുക്കുക. ഇങ്ങനെ കയ്യിലൊട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ അല്പം എണ്ണയോ നെയ്യോ ആക്കാം. ഞാൻ ഇപ്പോൾ ഒന്നും ആക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ ഒട്ടുന്നുണ്ടെങ്കിൽ അഥവാ. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതിൻ്റെ ഇടയിൽ കൂടിയിട്ട് തന്നെ ഇങ്ങനെ ഡിസൈനാക്കി കൊടുക്കാം. കണ്ടല്ലോ, വളരെ പെട്ടെന്ന് നല്ലൊരു ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ സൈഡിലും ആക്കി കൊടുക്കാം. ഇങ്ങനെ ഇല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ആക്കിയെടുത്താലും മതി കേട്ടോ. ഇതേപോലെ 2 സൈഡിലും ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം കൂടി ഇതേ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. കൂടുതൽ കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടുകാരെ. അത് ബാക്കിയുള്ളതെല്ലാം കൂടി ഇതേപോലെ ഞാൻ ആക്കിയെടുത്തിട്ട് വരാം. അങ്ങനെ എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. കൂടുതലൊന്നും വേണ്ട. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. കൂടുതൽ ചൂടാവേണ്ട, തീ കുറച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുകൾ ഭാഗം കരിയാനും അകവശം വേവാതും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറയുന്നത്. തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഓയിലൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കാൻ, ചെറിയ തീയിൽ വെച്ച് കൊടുക്കണം കേട്ടോ.
ആ സൈഡ് ആവുന്നത് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഞാനങ്ങനെ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. തീർച്ചയായും നിങ്ങൾ എന്തായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒത്തിരി ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.